പ്രണയിനി രചനാ സംഭാഷണം മൈഥിലി മിത്ര ഭാഗം 11. ഇന്നേലും കോളേജിൽ പോകുമെന്ന് ഞാൻ വിചാരിച്ചു. ഇനിയിപ്പോൾ പനിയും കൊണ്ട് എങ്ങനെ പോകും? നനഞ്ഞ തുണി തൻ്റെ നെറ്റിയുടെ മേൽ മാറി മാറി ഇട്ടുകൊണ്ട് ശ്വാസിക്കുന്ന അമ്മയെ കണ്ടുകൊണ്ടാണ് ഞാൻ കണ്ണുകൾ തുറന്നത് തന്നെ. ആ മുഖം വല്ലാതെ മുറുക്കി കയറ്റി വെച്ചിട്ടുണ്ട്. മുഖത്ത് സ്ഥായി ഭാവം ദേഷ്യം തന്നെ. വയ്യാതാവുമ്പോഴെങ്കിലും എന്നോടൊന്ന് സ്നേഹത്തോടെ സംസാരിച്ചതെന്താ? എന്നിൽ പരിഭവം ഉണർന്നു. നീ ഉണർന്നോ? എങ്ങനുണ്ട് നിനക്കിപ്പോൾ? ഞാൻ കണ്ണു തുറന്ന് കിടക്കുന്നതിനാലാവാം ഉടനടി അവിടെ നിന്ന് ഒരു ചോദ്യം വന്നു. കുറവുണ്ട്, ഞാൻ മെല്ലെ പറഞ്ഞുകൊണ്ട് ഭിത്തിയിലെ ക്ലോക്കിലേക്ക് വെറുതെ ഒന്ന് പാളി നോക്കി. സമയം 11 മണി കഴിഞ്ഞിരിക്കുന്നു. അയ്യോ, ഞാൻ ഇത്രയും നേരം കിടന്നുറങ്ങിയോ? ആവണി ഇന്നെന്നെ കാത്തു നിന്നിട്ടുണ്ടാവോ എന്തോ. ഇന്നും കോളേജിൽ പോകാൻ പറ്റിയില്ലെന്ന് സാരം. എനിക്ക് വല്ലാത്ത സങ്കടം വന്നു. കോളേജിൽ പോകാൻ പറ്റിയില്ല എന്നതിലുപരി മുകുന്ദേട്ടനെ ഇന്ന് എങ്ങനെ കാണുമെന്ന ആശങ്കയിലായിരുന്നു എന്നിലപ്പോൾ കൂടുതൽ മുന്നിട്ട് നിന്നിരുന്നു. ഇന്നലെ രാത്രി വരെ ഒരു കുഴപ്പമില്ലായിരുന്ന പെണ്ണ ഇത്ര പെട്ടെന്ന് പനി വരാൻ ഇതിപ്പോൾ എവിടുന്ന് കിട്ടിയതാണാവോ? അമ്മ വീണ്ടും ആവലാദികളുടെ കെട്ടഴിക്കുന്നതാണ്. അപ്പോഴാണ് ഞാനും അക്കാര്യം ഓർത്തത്. ഇന്നലെ രാത്രി അമ്പലത്തിൽ പോകുന്നിടം വരെ തനിക്കൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഉറക്കത്തിനിടയിൽ പലപ്പോഴും ശരീരം കുളിരു കോരുന്നതും ദേഹം തീ പോലെ പൊള്ളുന്നതും ഞാൻ അറിയുന്നുണ്ടായിരുന്നു. പക്ഷെ എങ്ങനെ കിട്ടിയതാണ്? പൊടുന്നനെ ആ ചിന്ത മനസ്സിലേക്ക് കയറി വന്നപ്പോഴാണ് മുകുന്ദേട്ടൻ്റെ പനിയുടെ കാര്യം ഓർമ്മ വന്നത് തന്നെ. ഒരു നിമിഷം ആ നെഞ്ചോട് ചാരി നിന്നപ്പോഴേക്കും ആളിൻ്റെ പനിച്ചൂട് എനിക്കും പകർന്നു കിട്ടിയോ? ആ ഓർമ്മയിൽ തന്നെ എനിക്ക് വല്ലാത്ത നാണം തോന്നി. ഞാൻ ആ പനിക്കുളിരിലും വിയർത്തുപോയി. ചൂട് പകർന്നു തന്നതുപോലെ ആ ജീവിതം എനിക്ക് പകർത്തു തന്നിരുന്നെങ്കിൽ. ഞാനതും ആലോചിച്ചുകൊണ്ട് കണ്ണുകൾ അടച്ചു. ആ മുഖം മനസ്സിൽ കണ്ടുകൊണ്ട് ഇപ്പോഴും ആളിൻ്റെ പൊള്ളുന്ന നിശ്വാസം എൻ്റെ മുഖത്തേക്ക് അടിക്കുന്നത് പോലെ തോന്നി. ആ വിരൽത്തുമ്പിലെ ചൂട് എൻ്റെ ഇടുപ്പിൽ പതിയുന്നോ എന്നൊരു സംശയവും. പനി വിട്ടെന്നാ തോന്നുന്നേ. ഇപ്പോൾ ഇത്തിരി വിയർക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്താണേലും അപ്പൻ്റെ ഹോമിയോ ഗുളിക എന്നത്തെയും പോലെ ഇന്നും മോൾക്ക് ഫനിച്ചു. അമ്മയുടെ സംസാരം വീണ്ടും കാതിൽ പതിച്ചപ്പോഴാണ് മുകുന്ദേട്ടനിൽ നിന്ന് ഞാൻ തിരിച്ചു കാണുന്നത്. അച്ഛൻ എനിക്ക് ഗുളിക കൊണ്ട് തന്നിരുന്നോ? കുഞ്ഞിലെ മുതലേ അങ്ങനെയാണ്. എനിക്ക് എന്ത് അസുഖം വന്നാലും അച്ഛൻ്റെ ഹോമിയോ ഗുളിക തന്നെ എനിക്ക് ധാരാളം മതിയാവും. എഴുന്നേറ്റൊന്ന് പല്ല് കഴിച്ചിട്ട് വാ പ്രിയേ, ഇത്തിരി എന്തേലും കഴിക്ക്, ക്ഷീണമൊക്കെ ഇന്ന് മാറട്ടെ. അമ്മ അതും പറഞ്ഞിട്ട് മുറിക്ക് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ശരിക്കും പറഞ്ഞാൽ രാത്രി കിടക്കുന്നത് തൊട്ട് ഇപ്പോൾ എഴുന്നേൽക്കുന്നത് വരെയുള്ള ഒരു കാര്യം പോലും എനിക്ക് ഓർമ്മയില്ല. ഒരു നെടുവീർപ്പോടുകൂടി ഞാൻ പതിയെ കട്ടിലിലേക്ക് എഴുന്നേറ്റിരുന്നു. ബെഡിൽ നിന്ന് എഴുന്നേറ്റ് താഴെ തറയിലേക്ക് കാല് കുത്തിയ ഞാൻ ഒരു നിമിഷം വീണ്ടും കട്ടിലിലേക്ക് തന്നെ ഇരുന്നു പോയി. ശരീരത്തിനാകമാനം നല്ല വേദന തോന്നുന്നുണ്ടായിരുന്നു. അസ്ഥികളെല്ലാം ഒഴിഞ്ഞു പറയുന്നത് പോലെ. വീണ്ടും കുറച്ച് സമയം കൂടെ അതേ ഇരിപ്പ് തന്നെ ഇരുന്നു. പിന്നീട് ക്രാസയിൽ പിടിച്ചുകൊണ്ട് പതിയെ എഴുന്നേറ്റ് വന്നു. നേരെ ബാത്റൂമിലേക്ക് കയറി പ്രഭാത കൃത്യങ്ങളെല്ലാം കഴിച്ച് വേഗത്തിൽ തന്നെ മുറിയിലേക്ക് തിരിച്ചെത്തി. എങ്ങനുണ്ട് പ്രിയേ നിനക്ക്? രാവിലെയൊക്കെ നല്ല പൊള്ളുന്ന ചൂടായിരുന്നു പെണ്ണെ നിനക്ക്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും പേടിച്ചു പോയി. അപ്പോഴാണ് ഏട്ടത്തി അങ്ങോട്ടേക്ക് കയറി വന്ന് എൻ്റെ കഴുത്തിലെ നെറ്റിയിലും ഒക്കെ തൊട്ടു നോക്കി പരിശോധിച്ചത്. ഇപ്പോൾ കുറവുണ്ട് ഏട്ടത്തി. ഞാനൊന്ന് ചിരിച്ചുകൊണ്ട് മുറിയുടെ മൂലയിൽ ചേർത്തിട്ടിരിക്കുന്ന സെറ്റിയിലേക്ക് ചെന്നിരുന്നു. ഞാനിങ്ങോട്ടേക്ക് ചായ കൊണ്ടുവന്ന് തരട്ടെ? വേണ്ട ഏട്ടത്തി, എനിക്കൊന്നും കഴിക്കാനും കുടിക്കാനും തോന്നുന്നില്ല. വായിക്ക് അപ്പടി കയ്പ് പോലെ. അത് പറഞ്ഞപ്പോൾ എൻ്റെ മുഖവും ചുളിഞ്ഞിരുന്നു. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? വല്ലതും കഴിക്കുകയോ കുടിക്കുകയോ ചെയ്തില്ലെങ്കിൽ നീ അടിഞ്ഞു പോകും പെണ്ണേ. ഏട്ടത്തി അരികിൽ വന്നിരുന്നു കൊണ്ട് എൻ്റെ കയ്യിലേക്ക് പിടിച്ചു. ഇത്തിരി കഴിഞ്ഞു മതി. ഇപ്പോൾ തന്നെ സമയം 12 ആവുന്നു. ഇനി നീ എപ്പോഴാണ് രാവിലത്തെ പ്രാതൽ കഴിക്കുന്നേ? ഞാനിത്തിരി കഞ്ഞി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് എടുത്ത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരട്ടെ? വേണ്ട ഏട്ടത്തി, കുറച്ച് കഴിഞ്ഞ് മതി. ഞാൻ വല്ലാത്ത നിർബന്ധം പിടിച്ചു. അല്ലെങ്കിൽ തന്നെ ഒരു പനി വന്നാൽ എനിക്ക് വാശിയും നിർബന്ധവും കൂടും. ശരി, ഇത്തിരി കഴിഞ്ഞിട്ട് നല്ല ചൂട് കഞ്ഞിയായി ഞാൻ വരും. അപ്പോൾ ഈ കണകുണ വർത്താനം പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വരരുത്. ദീപേട്ടത്തിയുടെ കണ്ണുരുട്ടലിൽ ഞാൻ നിശബ്ദയായി. ശേഷം വെറുതെ ഏട്ടത്തിയെ നോക്കി ഒന്ന് ചിരിച്ചു കാട്ടി. നീ ഇങ്ങനെ നോക്കൊന്നും വേണ്ട, ഞാൻ ഉള്ളതാണ് പറഞ്ഞത്. ദീപേട്ടത്തി എന്നെ ഉറ്റുനോക്കിയതും
ഇനിയൊന്നും ചെയ്യാനില്ല എന്ന രീതിയിൽ ഞാൻ മിണ്ടാതെ നിന്നു. ഏട്ടൻ പോയോ ഏട്ടത്തി? കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വെറുതെ ചോദിച്ചു. എപ്പോഴേ പോയി? പോകാൻ ഇറങ്ങുന്നതിന് മുൻപേ ഇവിടെ നിന്നെ കാണാൻ വന്നിരുന്നു. നീയപ്പോൾ പനി പിടിച്ച് ബോധം കെട്ട് ഉറങ്ങുമായിരുന്നു. അതിന് മറുപടിയായി ഞാനൊന്ന് മൂളി. അതെ, എനിക്കൊരു സംശയം. ഇന്നലെ നീ എൻ്റെ അനിയനെ കാണാനാണെന്നും പറഞ്ഞ് അകത്തേക്ക് കയറിപ്പോയതാ. ഇപ്പോൾ ദേ നിനക്കും പനി. ഇതെങ്ങനെ സംഭവിച്ചു? ഇടതും വലത്തുമുള്ള പുരികക്കൊടികൾ പൊക്കിയും താഴ്ത്തിയും കാട്ടിക്കൊണ്ട് ഏട്ടത്തി തമാശ രൂപേണ ചോദിച്ചതും എനിക്ക് ആ അവസ്ഥയിലും ചിരി വന്നുപോയി. പോ ഏട്ടത്തി. ഞാൻ ചിരിച്ചുകൊണ്ട് ദീപേട്ടത്തിയുടെ കയ്യിലൊരു തല്ലു കൊടുത്തു. ഞാനറിയാതെ വല്ലവും രണ്ടുപേരുടെ ഇടയിൽ നടക്കുന്നുണ്ടോയെന്നാ എൻ്റെ സംശയം. ഏട്ടത്തി എന്നെ വെറുതെ വിടാൻ ഒട്ടും താല്പര്യമില്ലാതെ പിന്നെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ നടന്നത് തന്നെ മുകുന്ദേട്ടനല്ലേ ആള്. നടന്ന കാര്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് ഞാൻ ഏട്ടത്തിയെ നോക്കി ആദ്യമായി ഒരു കള്ളം പറഞ്ഞു. ആ, എൻ്റെ അനിയനെ വിശ്വാസമുള്ളത് മാത്രം ഞാൻ ക്ഷമിക്കുന്നു. ദീപേട്ടത്തി അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയത്. മുറിയിൽ തന്നെ ഇരുന്ന് ഞാൻ മടുത്തു. ഒന്നാമത് പനിയുടെ ക്ഷീണവും ശരീരവേദനയും, അതിൻ്റെ കൂടെ തന്നെ മുകുന്ദേട്ടനെ കാണുവാനുള്ള അമിതമായ ആഗ്രഹവും. ഏട്ടൻ ഇന്ന് PSC എക്സാം ഉണ്ടെന്നല്ലേ ഏട്ടത്തി അനിതാമയും ഇന്നലെ എന്നോട് പറഞ്ഞത്. മുകുന്ദേട്ടൻ ഇപ്പോൾ പരീക്ഷയും കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തി കാണുമോ? ആൾ എക്സാം എങ്ങനെ എഴുതിയോ എന്തോ. ഏതെങ്കിലും ഒന്ന് കിട്ടിയാൽ മതിയായിരുന്നു. ഞാൻ വല്ലാതെ ആഗ്രഹിച്ചു. കാരണം മുകുന്ദേട്ടൻ എന്തൊക്കെ കോഴ്സുകൾ ചെയ്തിട്ടുള്ളെന്നുള്ള കാര്യം ആ ദേവൻ തമ്പുരാന് പോലും അറിയില്ലായിരിക്കും. കോളേജിൽ പോകുന്നതിനോടൊപ്പം തന്നെ കുറേയധികം കോഴ്സുകൾ ഏട്ടൻ ഡിസ്റ്റൻസായിട്ടും ചെയ്തിട്ടുണ്ട്. സന്ധ്യ ആയപ്പോഴേക്കും എനിക്ക് മുഖം ഒന്ന് കണ്ടാൽ മതിയെന്നായി. ഒരു വട്ടം ഒന്ന് കണ്ടാൽ മതി, ദൂരെ നിന്നെങ്കിലും. പനിയായതുകൊണ്ടാവാം എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റാതെ വന്നു. അനിതമ്മയുടെ വീട്ടിലേക്ക് പോയാലോ? ആദ്യം മനസ്സിൽ വന്ന ചിന്ത അതായിരുന്നു. ഈ സന്ധ്യാസമയത്തൊക്കെ അങ്ങോട്ടേക്ക് എന്ത് പറഞ്ഞു പോകും? അല്ലെങ്കിൽ തന്നെ പനി പിടിച്ചിരിക്കുന്ന സമയത്ത് അമ്മ എന്നെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടില്ല എന്നത് 100% സത്യമാണ്. ഇനിയിപ്പോൾ എന്തു ചെയ്യും? ഞാൻ തലപുകഞ്ഞ് ആലോചിച്ചു. ദീപേട്ടത്തിയോട് ചോദിച്ചാലോ? ആദ്യമൊക്കെ ഒന്ന് കല്ല് കടിച്ചുവെങ്കിലും പിന്നീട് കാര്യം നടക്കണമെങ്കിൽ വേറെ മാർഗമൊന്നും ഇല്ലാതിരുന്നത് കൊണ്ട് മാത്രം ഞാൻ ആ പണി ചെയ്യുവാൻ തന്നെ തീരുമാനിച്ചു. പതിയെ എൻ്റെ മുറിയിൽ നിന്ന് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. കോണിപ്പടികൾ ഇറങ്ങി താഴേക്ക് ചെന്നപ്പോൾ കണ്ടു അച്ഛനും ചേട്ടനും കൂടി ഹാളിലെ സെറ്റിയിലിരുന്നു കൊണ്ട് എന്തൊക്കെയോ സംസാരിച്ചിരിക്കുന്നത്. അടുത്തായി ഒരു കസേരയിൽ ഇരുന്നു കൊണ്ട് അമ്മ TV സീരിയൽ കാണുന്നുണ്ട്. കുറഞ്ഞില്ലേ കുഞ്ഞി? എന്നെ കണ്ടത് ഏട്ടൻ ചോദിച്ചു. കുറഞ്ഞേട്ടാ. ഞാനും ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ചുറ്റിനെ ഏട്ടത്തിയെ തിരഞ്ഞി. അവിടെയെങ്ങും കാണാതിരുന്നത് കൊണ്ട് നേരെ അടുക്കളയിലേക്ക് ചെന്നു. ഷെടാ, ഇതെവിടെ പോയി? അവിടെയും കാണാഞ്ഞതിനാൽ ഞാനൊന്ന് സംശയിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു. ദീപേട്ടത്തി എവിടെ? വീണ്ടും ഹാളിലേക്ക് ചെന്ന് സന്ധ്യപേട്ടനോട് തിരക്കി. അവൾ മുറിയിലുണ്ടാവും കുഞ്ഞി. എനിക്കുള്ള ഉത്തരം നൽകിയിട്ട് ഏട്ടൻ വീണ്ടും അച്ഛനുമായിട്ടുള്ള സംസാരത്തിലേക്ക് കടക്കുന്ന കണ്ടു. ഞാൻ നേരെ ഏട്ടത്തിയുടെ മുറിയിലേക്ക് നടന്നു. ഹാളിൽ നിന്നും മുകളിലേക്കുള്ള കോണിപ്പടികൾ കയറുന്നതിൻ്റെ താഴെയായിട്ട് ഇടത്തുവശത്തുള്ള മുറിയാണ് ഏട്ടൻ്റേത്. ഏട്ടത്തി വിളിച്ചുകൊണ്ടാണ് അവരുടെ റൂമിലേക്ക് ഞാൻ കയറി ചെന്നത്. എന്താ പ്രിയേ? ഉണങ്ങിയ തുണികൾ ഓരോന്നും ബെഡിലിരുന്ന് മടക്കി വെച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ ഏട്ടത്തി എന്നെ സംശയത്തോടെ മുഖമുയർത്തി നോക്കി. അത് പിന്നെ ആദ്യമായിട്ട് ചോദിക്കുന്നതിൻ്റെ ഒരു ചടപ്പ് എന്നിലപ്പോൾ ഉണ്ടായിരുന്നു. എന്താന്ന് വെച്ചാൽ പറയേ. എൻ്റെ കുണുങ്ങിയുള്ള നിൽപ്പും ഭാവവും കണ്ടിട്ടാവണം ദീപേട്ടത്തി പിന്നെയും അന്വേഷിച്ചത്. ഏട്ടത്തി എന്നോട് ദേഷ്യപ്പെടരുത്. എനിക്കൊരു സഹായം ചെയ്തു തരണം. ആദ്യമേ തന്നെ ജാമ്യം എടുക്കുവാനായിരുന്നു എനിക്ക് തിടുക്കം. അപ്പോൾ അടുത്ത പാട്ടുമായിട്ട് വേഗം വരാം കേട്ടോ. വായിച്ചിട്ട് അഭിപ്രായങ്ങൾ പറയണേ.